അതിനായിട്ട് ആദ്യം തന്നെ സ്റ്റൗ ഓൺ ചെയ്തിട്ട് ഇതുപോലെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ലേശം ഒന്ന് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിലിന് പകരം നിങ്ങൾക്ക് വെളിച്ചെണ്ണ വേണമെങ്കിൽ വെളിച്ചെണ്ണ എടുക്കാവുന്നതാണ്. ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ അളവിൽ വലിയ ജീരകം ചേർത്ത് കൊടുക്കുക കേട്ടോ, ഫെന്നൽ സീഡ്. ഇതിങ്ങോട്ട് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു വെളുത്തുള്ളിയും ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് ഈ ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ പേസ്റ്റ് ആണെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. ഞാൻ ചതച്ചതാണ് കേട്ടോ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഈ ചേർത്ത് കൊടുത്ത വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് മൊരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് നമുക്ക് ഒരു സവാള ചെറുതായി അരിഞ്ഞതിട്ട് കൊടുക്കാം. അപ്പോൾ ഒരു സവാളയുടെ പകുതിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ചെറുതാണെങ്കിൽ ഒന്ന് എടുക്കുക, വലുതാണെങ്കിൽ അതിൻ്റെ പകുതി എടുക്കാം. അതും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ചേർത്ത് കൊടുത്ത സവാളയുടെ കളറൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് മാറി വരണം കേട്ടോ, ലൈറ്റ് ഒരു ബ്രൗൺ കളറായി വരണം. ഇതിലേക്ക് ഇനി നമുക്ക് ലേശം ചില്ലി ഫ്ലാക്സ് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 1/2 ടീസ്പൂൺ അളവിൽ ചില്ലി ഫ്ലാക്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് രണ്ടും നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. ആ ചില്ലി ഫ്ലാക്സ് ഒക്കെ നന്നായിട്ട് തന്നെ എണ്ണയിലൊന്ന് മൊരിഞ്ഞ് വരണം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇതിലേക്ക് 1.5 കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഇതിലേക്ക് 1 കപ്പ് അളവിന് അരിപ്പൊടിയാണ് എടുക്കുന്നത്. അതിന് 1.5 കപ്പ് അളവിന് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇത് നല്ലോണം ഒന്ന് തിളച്ച് വരാൻ വേണ്ടി വെക്കാം. തിളച്ച് വരുന്ന സമയത്ത് ഇത് നമ്മൾ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കുക. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇടിയപ്പം പത്തിരിയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു അരിപ്പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. വറുത്ത അരിപ്പൊടിയോ വറുക്കാത്ത അരിപ്പൊടിയാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് വറുക്കാത്ത അരിപ്പൊടിയാണ്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് അരിപ്പൊടി കുറച്ചായിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് അരിപ്പൊടി കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പാകമായി വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അരിപ്പൊടി ഇട്ട് കൊടുക്കരുത് കേട്ടോ. അപ്പോൾ എനിക്കിപ്പോൾ ഇവിടെ 1.5 കപ്പ് വെള്ളത്തിന് 1 കപ്പ് അരിപ്പൊടിയാണ് വേണ്ടി വന്നത്. ചിലപ്പോൾ ചിലരുടെ അരിപ്പൊടിയൊക്കെ കുറച്ച് വെള്ളം പെട്ടെന്ന് ഏറിപ്പോകുന്നതും അല്ലെങ്കിൽ പെട്ടെന്ന് ഡ്രൈ ആവുന്നതൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ വെള്ളവും അരിപ്പൊടിയൊക്കെ പാകത്തിന് കറക്റ്റായിട്ട് എടുത്ത് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കിപ്പോൾ അരിപ്പൊടി 1 കപ്പ് അരിപ്പൊടിയിൽ ഒരു ലേശം 1 ടേബിൾ സ്പൂൺ ബാക്കി വന്നിട്ടുണ്ട്. ബാക്കിയെല്ലാം അതിനെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊന്ന് ചൂടാറാൻ വേണ്ടി അടച്ചു വെക്കാം. ഈ ഒരു പരുവത്തിലാണ് കേട്ടോ ആയി കിട്ടേണ്ടത്. ഒരു പാതി ചൂടാറുന്ന വരെ നമുക്കിത് അടച്ചു വെക്കാം കേട്ടോ. ഇപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് കുറഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കൈ വെച്ചിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് വേവിച്ചെടുത്ത ഉരുളൻകിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് വേവിച്ച് തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് തന്നെ ഉടച്ചെടുത്താണ് കേട്ടോ. ഞാനിവിടെ 2 ഉരുളൻകിഴങ്ങ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഉടച്ചെടുത്ത ഉരുളൻകിഴങ്ങ് മാവും കൂടെ നന്നായിട്ട് തന്നെ കൈ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ആ മാവ് ഇവിടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ നമുക്ക് പരത്തിയെടുക്കണം. അപ്പോൾ മീഡിയം സൈസുള്ള ബോൾസ് മാവാക്കിയെടുക്കുക. പരത്തിയെടുക്കാൻ പിന്നെ പണിയില്ല കേട്ടോ, നമുക്ക് എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ കുറച്ച് മാവ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുക. അതിനുശേഷം നമ്മുടെ കയ്യിൽ ഓയിലിൻ്റെ കവറോ അല്ലെങ്കിൽ വാഴയിലയോ എടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഒരു ഓയിലിൻ്റെ കവറാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഉരുട്ടിയെടുത്ത മാവ് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ നമ്മളൊരു പ്ലേറ്റ് വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതപ്പോൾ ഞാനിത് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് റൗണ്ട് ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു റൗണ്ടുള്ള ഒരു പാത്രം വെച്ചിട്ട് ഞാനിത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ ചുട്ടെടുക്കണമെങ്കിൽ ഇങ്ങനെ തന്നെ ചുട്ടെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു റൗണ്ട് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പാത്രം വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഈ കട്ട് ചെയ്തെടുക്കുന്ന ഈ ഒരു ബാക്കി ഉണ്ടല്ലോ അത് നമ്മൾ വീണ്ടും പരത്തിയെടുക്കും കേട്ടോ. അപ്പോൾ പരത്തിയെടുക്കാനായിട്ട് പണിയൊന്നുമില്ല. ഇതുപോലെ ഒരു ഓയിലിൻ്റെ കവറോ അല്ലെങ്കിൽ ഒരു വാഴയില ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്ലേറ്റ് തന്നെ വെച്ചിട്ട് നമുക്ക് പ്ലേറ്റിൻ്റെ അടിഭാഗത്തിൽ ലേശം ഒന്ന് ഓയിൽ തടവി കൊടുത്തിട്ട് വേണമെങ്കിലും പരത്തിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇനി നമുക്കിത് ചുട്ടെടുക്കാം. അപ്പോൾ ചൂടായ ദോശ തവയിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ മീഡിയം ഫ്ലെയിം ഇട്ടിട്ട് വേണം ചുട്ടെടുക്കാനായിട്ട്. 2 സൈഡിലും നിങ്ങൾക്ക് വെളിച്ചെണ്ണയോ ഓയിലോ വേണമെങ്കിൽ ആക്കി കൊടുക്കാവുന്നതാണ്. ഒരു സൈഡ് നന്നായിട്ട് തന്നെ ഒന്ന് വെന്ത് വരുമ്പോൾ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉള്ളത്. നമ്മൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നതിനെക്കാട്ടി നല്ല സോഫ്റ്റും ടേസ്റ്റ് ആയിട്ടാണ് ഉള്ളത്. അപ്പോൾ ഞാനിവിടെ ഓരോന്നും പ്രസ് ചെയ്ത് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ട് ഒരു പ്ലേറ്റിൽ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് കേട്ടോ ഓരോന്നും ചുട്ടെടുക്കുന്നത്. അപ്പോൾ പരത്തേണ്ട ആവശ്യമില്ല. പരത്തിയൊക്കെ വെച്ച ശേഷം ചുട്ടെടുത്താലും മതി. സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് ഉള്ളത്. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് കറി പോലും ആവശ്യമില്ല. വെറുതെ കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ്. മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഈവനിങ് ടൈമിൽ ചായൻ്റെ കൂടെ കഴിക്കാനോ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തയക്കാനോ ഒക്കെ അടിപൊളിയായിട്ടുള്ളതാണ്. നമ്മൾ എപ്പോഴും ഉണ്ടാക്കുന്നതിൽ വെച്ചിട്ട് കുറച്ച് വെറൈറ്റി ആയി ചെയ്യുമ്പോഴാണ് കുട്ടികൾക്കും കൂടെ കഴിക്കാനായിട്ട് കുറച്ച് ഇൻട്രസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ പുതിയ വീഡിയോസായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.